ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പീക്കിംഗ് ചാലഞ്ചിന്റെ പാർട്ട് 4 4ാമത്തെ ക്ലാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ടെൻസുകളായിട്ടുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഈ 3 ടെൻസും കൂടി നമ്മൾ ഒരുമിച്ച് ഇന്ന് നമ്മളൊരു സിറ്റുവേഷൻ എടുത്തിട്ട് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് റിയൽ ലൈഫിൽ എങ്ങനെയൊക്കെ നമ്മൾ സെന്റൻസുകൾ മേക്ക് ചെയ്യും, പറയും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോ ഇത്രയും ദിവസം നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തു? ഡിഡ് പ്രാക്ടീസ് ചെയ്തു, വില്ല് പ്രാക്ടീസ് ചെയ്തു, ഡൂം ഡസും പ്രാക്ടീസ് ചെയ്തു. നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ചിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെയൊക്കെ അടിത്തറവാകി അല്ലെ, നമുക്ക് ടെൻസുകളൊക്കെ നമ്മുടെ കയ്യിലായി. ഇനി ഇത് റിയൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എങ്ങനെ പറയുമെന്നാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഡിഡും വില്ലും ഡൂ ഒക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അതായത് കണ്ടിന്യൂസ് ടെൻസുകളും. അതും കൂടി നമുക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞ് പെർഫെക്റ്റും കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ആവട്ടോ. അത് കഴിഞ്ഞത് പിന്നെ നമ്മൾ എന്താ വരിക എന്നറിയോ? ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലുള്ള കോൺവെർസേഷൻ, നമ്മൾ റിയൽ കോൺവെർസേഷൻ ഫുൾ ആയിട്ട് അതിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് കത്തണം കേട്ടോ. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചെറിയൊരു സിറ്റുവേഷൻ ആണ്. മിൽക്കുട്ടി ഒരു പാർട്ടിക്ക് പോവാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, മിൽക്കുട്ടിയുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പറയണം, ഞാനൊരു പാർട്ടിക്ക് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. പ്രിപ്പയർ വെച്ചിട്ട് പറഞ്ഞാൽ മതി. I am preparing to go for a party. I am preparing to go for a party. ഞാനൊരു പാർട്ടിക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പാർട്ടിക്ക് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകാൻ എന്നുള്ള വാക്കും കൂടി അതിൽ കൂട്ടണം, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. I am preparing to go for a party അല്ലെ. മറ്റേത് I am preparing for a party എന്ന് പറഞ്ഞാൽ ഞാനൊരു പാർട്ടിക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുക എന്നുള്ളേ ഉള്ളൂ. ഞാനൊരു പാർട്ടിക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കിട്ടണമെങ്കിൽ to go എന്നും കൂടി കൂട്ടണം. To go for a party. I am preparing to go for a party. ഞാനൊരു പാർട്ടിക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട്ടില് മിൽക്കുട്ടി റൂമിലാണ്, അപ്പുറ സൈഡിൽ അമ്മയുണ്ട് അടുക്കളയില്. അപ്പൊ അമ്മ അവിടുന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക എന്ന് ചോദിക്കുകയാണ്. What are you doing? What are you doing എന്ന് ചോദിക്കുകയാണ്. അപ്പൊ there. What are you doing there? നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? കുറെ നേരമായല്ലോ അങ്ങോട്ട് പോയിട്ട് എന്ന് ചോദിക്കാം. അപ്പൊ നീ എന്താ പറയാ? ഞാനിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. Mama, I am getting ready. I am getting ready here. ഞാനിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നും അല്ലെ? ഞാൻ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലാവൂലേ? അപ്പൊ പറയണം, ഞാൻ എന്താ ഡ്രസ് ഇട്ടോണ്ടിരിക്കുകയാണ്. I am wearing dress. I am wearing dress. I am getting ready അല്ലേ? ഞാൻ പോവാൻ പോവുകയാണ്. I am going to. അത്ര വേണമെന്നില്ല. I am going. മറ്റേതല്ലെങ്കിൽ I am going to go എന്ന് പറയേണ്ടി വരും. ഞാൻ പോവാൻ പോവുകയാണ്, അതങ്ങനെ നമ്മൾ അങ്ങനെ പറയാറില്ല. I am going, ഞാൻ പോവാണ് എന്നുള്ള രീതിയിൽ, ഞാൻ പോവാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് പറയാം. I am going എന്ന് പറയും. അപ്പൊ ഇതിന് അമ്മ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ല അപ്പൊ നിനക്ക് അമ്മേനോട് അങ്ങോട്ട് ചോദിക്കാൻ ഒരു ആഗ്രഹം, അല്ല നിങ്ങളിപ്പോ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ചോദിക്കണം. അമ്മ നിങ്ങൾ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? മമ്മ വാട്ട് ആർ യു ഡൂയിങ് ദേർ? നിങ്ങളിപ്പോ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അമ്മ പറയാണ്, എനിക്ക് അവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ, നമ്മള് സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ അല്ലേ, ഞാനിവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. I am cooking here അല്ലെ. അപ്പൊ നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അമ്മേനോട് ചോദിക്കുമ്പോ തന്നെ അമ്മയ്ക്ക് ഒരു തോന്നലുണ്ടാവും, ഇന്നപ്പ അങ്ങോട്ട് വിളിക്കാനുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ തന്നെ അമ്മ പറയാണ്, ഞാനിവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോ അങ്ങോട്ട് വരാനൊന്നും പറ്റൂല. എങ്ങനെ പറയാം? അപ്പോ I am cooking now. എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. I can't come there. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നീ ഇപ്പൊ എന്നെ വിളിക്കൊന്നും വേണ്ട, നീ ഇപ്പൊ എന്നെ വിളിക്കണ്ട. വിളിക്കുക ചെയ്യണ്ട. You don't call me. You don't call me. ഇത് ആക്ച്വലി ഈ ടെൻസ് ഇതിൽ വരുന്നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. You don't call me. നീ ഇപ്പൊ എന്നെ വിളിക്കണ്ട.
അപ്പൊ അമ്മ അവിടുന്ന് ഇങ്ങനെ ചോദിക്കാണ് നിനക്ക് എന്തൊക്കെ പ്ലാൻ ഉണ്ട് എന്നുള്ളതൊക്കെ അമ്മയ്ക്ക് അറിയാം. അതായത് നീ പിന്നെ പാർട്ടിക്ക് പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പാർട്ടിക്ക് പോകുന്ന വഴിക്ക് എന്തോ പ്രസന്റേഷൻ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറെ പരിപാടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ നിന്നോട് ചോദിക്കാണ്, അല്ല നീ പോകുന്ന വഴിക്ക് പ്രസന്റേഷൻ വാങ്ങിക്കുന്നില്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, നീ പ്രസന്റേഷൻ വാങ്ങിക്കുന്നില്ലേ? നെഗറ്റീവിലുള്ള ചോദ്യമാണ്. നെഗറ്റീവിലുള്ള ചോദ്യമാണ്. അപ്പൊ വാങ്ങിക്കുന്നില്ലേ? Aren't you buying the presentation? Aren't you buying the presentation? നീ പോകുന്ന വഴിക്ക് പ്രസന്റേഷൻ വാങ്ങിക്കുന്നില്ലേ? അപ്പൊ പറയുന്നുണ്ട്, യെസ് ഞാൻ പോകുന്ന വഴിക്ക് പ്രസന്റേഷൻ വാങ്ങിക്കുന്നുണ്ട്. Yes, I am buying the presentation on the way. I am buying the presentation on the way. ഞാൻ പോകുന്ന വഴിക്ക് പ്രസന്റേഷൻ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അമ്മ നിന്നോട് ചോദിക്കുക, അല്ല നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ ആൾക്കാര് കൂടെ വരുന്ന പറഞ്ഞില്ലേ, നീ അവരെ വിളിക്കുന്നില്ലേ? നീ നിന്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നില്ലേ? അത് മറന്നുപോയല്ലോ. Aren't you calling your friends? Aren't you calling your friends? നീ നിന്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നീ നിന്റെ കൂട്ടുകാരികളെ ഒക്കെ വിളിക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാൻ ആദ്യം നമുക്ക് എന്താ കത്തേണ്ടത്? Aren't you? നെഗറ്റീവിലുള്ള ചോദ്യമാണ് അല്ലെ. Aren't you വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നീ അത് ചെയ്യുന്നില്ലേ? അതായത് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ റെപ്രസെന്റ് ചെയ്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ മോള് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ മക്കൾ എന്തെങ്കിലും ചെയ്യുന്നതാണ്, നീ പോകുന്നില്ലേ, നീ വരുന്നില്ലേ, നീ ചെയ്യുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ Aren't you വെച്ചിട്ട് ING ഫോമിൽ കാര്യം ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നീ പറയാ യെസ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്. എങ്ങനെ പറഞ്ഞാൽ മതി? ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പോവുകയാണ്, ഞാനിപ്പോ അവരെ വിളിക്കാൻ പോവുകയാണ്. കോളിംഗ് ഇല്ല, പിന്നെ കോളിംഗ്. I am going to call my friends. അല്ലേ, I am going to call my friends. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പോവുകയാണ്. അപ്പൊ അമ്മയോട് നീ പറയണം, ഞാൻ അവരുടെ കൂടെയാണ് പോകുന്നത്. അത് ശരിയാണല്ലോ, ഞാൻ അവരുടെ കൂടെ പോണേ. I am going with them. I am going with them. With them എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ, അല്ലെ, അവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത് എന്നാണ് വിത്തിന്റെ അർത്ഥം. അപ്പൊ അമ്മ അടുക്കളയിലുണ്ട് കേട്ടോ. അപ്പൊ അടുക്കളയിൽ നിൽക്കുന്ന അമ്മേനോട് നീ അങ്ങോട്ട് വിളിച്ചു പറയണേ, അമ്മ ഞാൻ ഇറങ്ങാണ് കേട്ടോ. മമ്മ I am leaving. ഞാൻ ഇറങ്ങാണ്, ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് I am leaving എന്ന് പറയും. അമ്മയെ കാണില്ല, അമ്മ അടുക്കളയിൽ എന്തോ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ അവിടുന്ന് പറയണ ഓക്കെ നീ ശ്രദ്ധിച്ചു പോണം എന്ന് പറയാണ്. Take care അല്ലേ, ബബായ് എന്ന് പറയാം അല്ലെ. ഓക്കെ ടേക്ക് കെയർ ബബായ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ നീ എന്ത് ചെയ്തു? അമ്മേനോട് കാര്യങ്ങളൊക്കെ പോയി. അപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഒരു ഷോപ്പ് കണ്ടു. അപ്പൊ ഇങ്ങനെ പറയണേ, ഞാൻ ആ ഷോപ്പിലേക്ക് കേറാൻ പോവുകയാണ്. I am going to enter the shop. കേറുകയാണ് അല്ലേ. I am going to get in the shop എന്ന് പറയാം. Enter the shop എന്ന് പറയാം. I am going to get in the shop എന്നോ അല്ലെങ്കിൽ I am going to enter the shop എന്നോ. ഞാനൊരു പ്രസന്റേഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. I am buying presentation. ബൈയിങ് എന്ന് പറയാം, അല്ലെങ്കിൽ I am purchasing എന്നൊക്കെ പറയാം കേട്ടോ. I am purchasing a presentation എന്നോ പ്രസന്റേഷൻ ആയതുകൊണ്ട് നമുക്ക് പർച്ചേസിംഗ് എന്നൊക്കെ പറയാം. ഗിഫ്റ്റ് എന്ന് പറയാം, പ്രസന്റേഷൻ എന്ന് പറയാം. ഈ ഇംഗ്ലീഷിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു സെന്റൻസ് ഒരു രീതി തന്നെ പറയാൻ പാടുള്ളൂ അങ്ങനെ ഒരു നിബന്ധനയില്ല. മലയാളത്തിലും ഇല്ല, ഒരു ഭാഷയിലും ഒരു സെന്റൻസ് ഒരു രീതിയിലേ പറയാൻ പാടുള്ളൂ, എവിടെ നിബന്ധന അല്ല. നമുക്ക് ആ സിറ്റുവേഷനിൽ അർത്ഥം കിട്ടിയാൽ മതി അല്ലേ. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു സാധനമുണ്ട്, എന്തറിയോ? ടെൻസ് ശരിയായിരിക്കണം. അതല്ല, എന്താ അറിയോ, ഈ പറഞ്ഞ് ബോറടിപ്പിക്കൂല. കാരണം വേറെ വാക്കുണ്ട്. മലയാളത്തിലും ശരിക്കും അങ്ങനെ നമുക്ക് വേറെ വേറെ വാക്കുകളുണ്ട്. പക്ഷെ മലയാളത്തിൽ നമുക്കത് ബോറടിയായി തോന്നൂല. വേറൊരു ഭാഷ നമ്മൾ പറയുമ്പോൾ ഒരു വാക്ക് നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ പിന്നെ നമുക്ക് ബോറടിയായിട്ട് തോന്നും. ഒരിക്കലും ബോറടിയായിട്ട് തോന്നേണ്ട കാര്യമില്ല അല്ലെ. നമുക്ക് അതന്നെ പറയാം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സെന്റൻസുകളും സിമ്പിൾ ആയിട്ടുള്ള ടെൻസുകളും സിമ്പിൾ ആയിട്ടുള്ള വേർബ്സും മാത്രം മതി ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കുറെ വലിയ ഫാൻസി വേർഡ്സും കുറെ പിന്നെ എന്താ പറയാ പ്രോവേർബ്സും കോഡ്സും
ഇതൊന്നും ആവശ്യമില്ല, ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എല്ലാവരും യൂസ് ചെയ്യുക. എന്നാലും എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. മറ്റേത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെ? കേൾക്കുന്ന ആൾക്ക് മനസ്സിലായി. എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചിലർക്ക് തോന്നാം, ചിലർക്ക് തോന്നിട്ടുണ്ടാവില്ല. എന്ത്? ഇത് ഒരു വെർബ് പറഞ്ഞാൽ അത് ബോറടിക്കുക, അങ്ങനെ ബോറടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആവശ്യമൊന്നുമില്ല. ആക്ച്വലി എനിക്ക് ബോറടിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ നമുക്ക് കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, അമ്മേനോട് പറയാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക, നീ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടോ, ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ട് നീ അവിടെ പോയി. അപ്പൊ അമ്മ നിന്നെ വിളിക്കുകയാണ്. അപ്പൊ നീ എന്ത് ചെയ്തോണ്ടിരിക്കുക, അമ്മ ചോദിക്കുകയാണ് നീ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. വാട്ട് ആർ യു ഡൂയിങ് നൗ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ് ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. We are having food എന്ന് പറയാം. ആ സെയിം സാധനം തന്നെ we are eating food എന്ന് പറഞ്ഞൂടെ? അത് പറഞ്ഞു വിചാരിച്ചൊരു തെറ്റില്ല. നമുക്ക് ഹാവിങ് ഫുഡ് എന്ന് പറയാം, ഈറ്റിംഗ് ഫുഡ് എന്ന് പറയാം. അപ്പൊ അവിടെ ചെറിയ ഒരു എന്താ പറയാ, ഒരു അർത്ഥത്തിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുച്ചുള്ളൂ. നമ്മള് ഈറ്റ് ആണെന്ന് പറഞ്ഞാൽ, ഈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് തിന്നുക എന്നും, ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ള രീതിയിലാണ് അവർ അതിനെ പ്രസന്റ് ചെയ്യുന്നത്. മലയാളികൾ ഏറ്റവും കൂടുതൽ പറയാ കഴിക്കുക എന്നാണ്. പക്ഷെ ചിലരും തിന്നുക പറയാം. അപ്പൊ നമുക്കത് രണ്ട് യൂസ് ചെയ്താലും തെറ്റൊന്നുമില്ല. പക്ഷെ ചില സാധനം നമ്മൾ ഈറ്റ് തന്നെ പറയാൻ പറ്റുള്ളൂ, ചില സാധനം നമുക്ക് ഹാവ് വെച്ചിട്ട് പറയാം. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ വീണ്ടും നമുക്ക് കമന്റ്സ് ആയിട്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഹാവ്, കഴിക്കുക എന്നുള്ളത് ഹാവ് പറയുന്നത്. അപ്പൊ ഹാവ് ഇതാണ്, നമ്മൾ കഴിച്ചു എന്നാണെങ്കിൽ ഹാഡ് പറയും, കാരണം ഹാവിന്റെ പാസ്റ്റ് ഹാഡ് ആണ്. അപ്പൊ കഴിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഐ ഹാവ് ഹാഡ് പറയണം, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചു എന്നാണെങ്കിൽ ഐ ഹാഡ് മാത്രം മതി. ഞാൻ കഴിക്കാറുണ്ട് എന്നാണെങ്കിൽ ഐ ഹാവ് എന്നാവും. അവൻ കഴിക്കാറുണ്ട് എന്നാണെങ്കിൽ ഹി ഹാസ് വരും. മനസ്സിലായില്ലേ? അങ്ങനെ വ്യത്യാസം. അത് മാത്രമല്ല, ഈ ഹാവിനെ നമുക്ക് ഈ വെർബിന്റെ കൂടെയും കൂട്ടിച്ചേർക്കാൻ പറ്റും, ഓക്സിലറി വെർബിന്റെ കൂടെയും കൂട്ടിച്ചേർക്കാൻ പറ്റും. അതായത് ഹാവ് എന്ന് പറയുന്നത് പിന്നെ വെർബായിട്ടും ആക്ട് ചെയ്യും, ഓക്സിലറി വെർബായിട്ടും ആക്ട് ചെയ്യും. അതായത് ഓക്സിലറി വെർബായിട്ട് ഹാവ് നിൽക്കുമ്പോ ഐ ഹാവ് കഴിഞ്ഞിട്ട് വീണ്ടും ഹാഡാ പറയുന്നത്. ഐ ഹാവ് ഹാഡ് ഫുഡ്. അവിടെ ഒരു ഹാഡ് എന്ന് പറയുന്നത് അവിടെ വെർബും, ഹാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്നത് അവിടെ ഓക്സിലറി വെർബുമാണ്. ഐ ഹാവ് ഹാഡ് ഫുഡും ഹി ഹാസ് ഹാഡ് ഫുഡും. ഇവിടെ ആദ്യത്തെ ഹാവ് ഹാസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബും, രണ്ടാമത്തെ ഹാഡ് എന്ന് പറയുന്നത് വെർബാണ്, കഴിച്ചു എന്ന വെർബാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത നോക്കാം. എന്തായിരുന്നു? കഥ പോയല്ലോ. കഥ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടുത്തെ കഥ മറക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എത്തിയില്ലേ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ നിന്നോട് ചോദിക്കാണ്, എന്താ നിന്റെ അടുത്ത പരിപാടി, ഭക്ഷണത്തിന് ശേഷം എന്താ പരിപാടി? എങ്ങനെ ചോദിക്കാം? വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പൊ നീ പറയാണ് ഞങ്ങള് ഡാൻസ് കളിക്കാൻ പോവുകയാണ്. പറഞ്ഞു, ഞങ്ങളൊരു ഡാൻസ് കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പാർട്ടിക്ക് പോയാൽ എന്തായാലും ഡാൻസ് ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, പാട്ടും ഉണ്ടാവും, ഭക്ഷണം. അതെ, അപ്പൊ ഭക്ഷണം കഴിഞ്ഞു. ഞാൻ പറയാണ് ഞങ്ങളൊരു ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമ കാണാൻ പോകും. അമ്മ ഫസ്റ്റ് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഡാൻസ് കളിച്ചു, അത് കഴിഞ്ഞു. അപ്പോ അത് കഴിഞ്ഞു. പിന്നെ പറയാണ് ഞങ്ങളൊരു സിനിമ കാണാൻ പോകും. അപ്പോ അത് കഴിഞ്ഞിട്ട് അത് ഡാൻസ് കളിച്ചു. ആ ഡാൻസിന് ശേഷം ഞങ്ങൾ സിനിമ കാണാൻ പോകും. We will go for a movie. We will go for a movie എന്ന് പറയാം, അല്ലെങ്കിൽ we will go for watching movie എന്നും പറയാം. കേട്ടോ, ഒരു സിനിമയ്ക്ക് പോകുന്നതാണെങ്കിൽ we will go for a movie, സിനിമ കാണാൻ പോകുന്നതാണെങ്കിൽ we will go for watching movie. ഞങ്ങൾ സിനിമ കാണാൻ പോകും. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, എങ്ങനെയാ നിങ്ങൾ സിനിമ കാണാൻ പോകുന്നത്? അതായത് ഇപ്പൊ ഈ പോയ വണ്ടിക്ക് തന്നെയാണോ അതോ ഇനിയിപ്പോ വേറെ വല്ല ബസ്സിനോ അങ്ങനെയൊക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാ പോകുന്നത്? അല്ല, അപ്പോ ഈ കാർ എവിടെ? ആരുടെങ്കിലും കയ്യിലുണ്ടാവുമല്ലോ. അങ്ങോട്ട് പോയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ. അപ്പൊ എങ്ങനെയാ പോകുന്നതെന്ന് ചോദിക്കണം. അപ്പോ ഹൗ ആർ യു, നിങ്ങൾ എങ്ങനെയാണ്? ഹൗ ആർ യു ഗോ പോകുന്നത്. ഹൗ ആർ യു ഗോയിങ്
ഫോർ എ വേണ്ട, ഫോർ ദ മൂവി. ഹൗ ആർ യു ഗോയിങ് ഫോർ ദ മൂവി? നിങ്ങൾ എങ്ങനെയാ സിനിമയ്ക്ക് പോകുന്നത്? അപ്പൊ നീ പറയണം, ഞങ്ങള് സിനിമ കാണാൻ പോകുന്നത് കാറാലാണ്. മീൻസ് കാർ എന്ന വണ്ടിയാലാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോ വി ആർ ഗോയിങ് ബൈ ദ കാർ. വി ആർ ഗോയിങ് ബൈ ദ ഫോർ ദ മൂവി ബൈ ദ കാർ, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ബൈ കാർ എന്ന് പറഞ്ഞാലും മതി. ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അപ്പൊ ഈ കാറിൽ എന്ന് പറയുമ്പോ അവിടെ നമ്മള് ഓണോ ഇന്നോ ഒന്നും അല്ല വരുന്നത്, ബൈ ആണ് വരുന്നത് കേട്ടോ. കാരണം ഒരു വാഹനത്തിന്റെ ഫ്രണ്ടില് എപ്പോഴും നമ്മളൊരു ബൈ ചേർത്തിട്ടാണ് പറയാം. നമ്മൾ ആ വാഹനത്താൽ ആണ് നമ്മളെ വഹിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങള് കാറിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ പാർട്ടിക്കൊക്കെ പോയി. ഇനി ഇത് പറഞ്ഞ കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ പാർട്ടിക്കൊക്കെ പോയി, അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ അമ്മ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഹൗ വാസ് ദ മൂവി? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ നന്നായിരുന്നു. സിനിമ വാസ് വെരി ഗുഡ്. ദ ഫിലിം വാസ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ മതി. സിനിമ നമ്മൾ അങ്ങനെ ഇംഗ്ലീഷ് പറയാറില്ല. അപ്പൊ ഇംഗ്ലീഷ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഹൗ വാസ് ദ മൂവി? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഉത്തരം തന്നെ ആയിരിക്കും മൂവി വാസ് വെരി ഗുഡ്. അല്ലെങ്കിൽ ഭയങ്കര സെറ്റപ്പ് സിനിമയൊക്കെ ആണെങ്കിൽ ദ മൂവി വാസ് അമേസിങ്. ഓക്കെ, ദ മൂവി വാസ് അമേസിങ്, ഓസം എന്നൊക്കെ പറയാം. അച്ഛനാണ് സിനിമ ഏതാണോ എന്നെ പിന്നെ ഞാൻ ഫുൾ തിയേറ്ററിലല്ലേ, അല്ലെങ്കിലും ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ എപ്പോഴെങ്കിലും പോകും. ലാസ്റ്റ് കണ്ടത് മാർക്കോയാണ്, അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. മതിയല്ലോ. ഓക്കെ, അപ്പോ അമ്മ നിന്നോട് ചോദിക്കാണ്, അല്ല ഞാൻ നിന്നെ വിളിച്ചല്ലോ, നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ചോദിക്കാണ്. ഞാൻ നിന്നെ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. അപ്പൊ നീ ഉത്തരം പറയണം, അമ്മ വിളിച്ചപ്പോ ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പോ ഞങ്ങളാണെങ്കിൽ ഞങ്ങള് സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു. ശരിക്കിരിക്കേ. ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. We were watching movie when Mama called me. We were watching movie when Mama called me. അച്ഛനെ പോലെ തന്നെ സാധനം സാർ ഇതേപോലെ ഞെട്ടിട്ടാണ് കേട്ടോ അച്ഛനാക്കി പറഞ്ഞു. ഞെട്ടിട്ടല്ല ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആ സിറ്റുവേഷൻ ആലോചിച്ചാണ്. അതായത് സാർ അങ്ങനെയാണ്, ഞങ്ങളെ ഇംഗ്ലീഷ് സാർ അങ്ങനെ കേട്ടോ, മനസ്സിൽ സിറ്റുവേഷൻ ആലോചിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പറയണ പോലെ എടുത്തിട്ട് അറിയോ. ഓക്കെ, അപ്പോ അമ്മ വിളിച്ച സമയത്ത് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണ. അപ്പൊ ഈ സംഭവം അല്ലേ, ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കാര്യം ചെയ്തപ്പോൾ എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻ നമുക്ക് അപ്പൊ ഉറങ്ങിയിരിക്കുന്നവരൊക്കെ എണീറ്റോളൂല്ലോ. ഒരു ദിവസം ഇതേപോലെ 2ാം ക്ലാസ്സില് സാജൻ സാറും അങ്ങനെ തന്നെയായിരുന്നു, അജിൻ മാഷും അങ്ങനെ തന്നെയായിരുന്നു. ഇതൊക്കെ അവര് കാണൂട്ടോ, നിന്നെ ഒന്ന് പൊട്ടിക്കവരൊക്കെ കേട്ടോ. അപ്പോഴേ ബാക്കി പറയാം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് നോക്കാട്ടോ. അതായത് പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ വന്നപ്പോൾ. സിറ്റുവേഷൻ അല്ല, ഇത് ഇങ്ങനത്തെ കുറച്ച് 4-5 സെന്റൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. നീ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ വന്നപ്പോൾ എന്ന് പറയണം. I was studying when you came. I was studying when you came. ഞാൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു നീ വിളിച്ചപ്പോൾ. Okay, അപ്പൊ I was taking bath when you called me. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ എന്നെ കണ്ടപ്പോൾ. അവിടെ കാണുക എന്നുള്ള സീ മതിട്ടാ. സീന്റെ പാസ്റ്റ് എടുത്താൽ മതി. നീ എന്നെ കണ്ടപ്പോൾ, കാരണം നമ്മൾ പരസ്പരം കണ്ടിട്ടില്ലല്ലോ. അപ്പോ അയാള് മാത്രം നമ്മളെ കണ്ടിട്ടുള്ളൂ. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രൈവിംഗ് അല്ല, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. I was going. നീ എന്നെ കണ്ടപ്പോൾ. When you saw me. അത്ര മതി. I was going when you saw me. നീ എന്നെ കണ്ടപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു
I was playing. ഞാനൊരു സെന്റൻസ് പറഞ്ഞിട്ട് I was playing when ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോൾ. when you ലെഫ്റ്റ് എന്നല്ലേ പറയാ, you left. I was playing when you left. നീ പോയ സമയത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പാസ്റ്റ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ് ആക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മളിത് പറയുന്നത്. ഇനി ഇത് വയലിട്ടിട്ടും പറഞ്ഞൂടെ? വയലിട്ട് എങ്ങനെ പറയാ? അമ്മയോട് എങ്ങനെ പറയായിരുന്നു? അമ്മയോട് നമ്മൾ എങ്ങനെ പറയണേ? പറയാൻ പറ്റൂലേ? മദർ called me while I was watching movie. Correct. Mother called me. Mother called me while I was watching movie. അതായത് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമ്പോൾ, അതായത് ആ സമയത്ത് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നെ വിളിച്ചു, അല്ലെ? അമ്മ എന്നെ വിളിച്ചു ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. മൈ മദർ കോൾഡ് മീ വൈൽ ഐ വാസ് വാച്ചിങ് മൂവി. അങ്ങനെയും പറയാട്ടോ. അപ്പൊ അതാണ് വൈലും വെന്നും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി ബിഗിനേഴ്സ് ചാലഞ്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അമ്മയോട് അങ്ങോട്ട് പറയാണ്, ഞങ്ങള് നാളെ ഊട്ടിയിലേക്ക് പോവാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ മമ്മ വി അല്ലേ? മമ്മ വി ആർ going to Ooty tomorrow. We are going to Ooty tomorrow. നാളെ ഈ സമയത്ത് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാകും. മമ്മ വി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആകും അല്ലെങ്കിൽ ആയിരിക്കും. We will be, അല്ലേ? We will be enjoying at this time tomorrow. At Ooty, അല്ലേ? We will be enjoying at Ooty at this time tomorrow. നാളെ ഞങ്ങൾ ഊട്ടിയിൽ ഈ സമയത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലേ? ഈ പ്ലാനൊക്കെ കിട്ടോ, നാളെ നിങ്ങൾ ഈ സമയത്ത് ഊട്ടിയിൽ തകർത്തോണ്ടിരിക്കുകയായിരിക്കും അല്ലേ എന്ന് ചോദിക്കാണ്. ചോദ്യമായിട്ട് ചോദിക്കാണ്. അപ്പൊ എങ്ങനെ ചോദിക്കും? അപ്പോ will you be enjoying at this time tomorrow at Ooty, അല്ലേ? അത് ചോദ്യമായിട്ട് വരുമ്പോ will you be തുടങ്ങണം, അല്ലേ? Will you be enjoying at Ooty at this time tomorrow? നാളെ നിങ്ങൾ ഈ ഊട്ടിയിൽ സമയത്ത് ചേർത്തോണ്ടിരിക്കുകയായിരിക്കും അല്ലേ എന്ന് ചോദിക്കണം. അപ്പോ നീ പറയണം, ഞങ്ങൾ നാളെ ഊട്ടിയിൽ അവിടെ ഒരു ട്രെയിൻ ഉണ്ട്, ഈ സമയത്ത് ആ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാവും. അപ്പോ മമ്മ വി ആർ അല്ല, നാളെ ഞങ്ങള് ഈ സമയത്ത് ഊട്ടിയില് ട്രെയിനാൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാകും. We will be traveling by train at this time tomorrow. At Ooty. We will be traveling by train at Ooty at this time tomorrow. നാളെ ഈ സമയത്ത് ഞങ്ങൾ ഊട്ടിയില് ട്രെയിനില് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാകും, അല്ലേ? ഇപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം, നാളെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമെന്ന് മാത്രമാണെങ്കിൽ വി വിൽ ട്രാവൽ ബൈ ട്രെയിൻ, അത് ഞങ്ങൾ യാത്ര ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നാളെ ഈ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാകും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് വി വിൽ ബി ട്രാവലിംഗ് ബൈ ട്രെയിൻ അറ്റ് ഊട്ടി അറ്റ് ദിസ് ടൈം ടുമോറോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഏകദേശം 3 ടെൻസ് കവർ ചെയ്തില്ലേ? പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, കൂട്ടിച്ചേർക്കുന്നത്, പിന്നെ ആർ യു ഗോയിങ് ടു, അല്ലെ? വി ആർ ഗോയിങ് ടു, ഒരു ആർ യു ഗോയിങ് ടു, അതായത് ഗോയിങ് ടുവിന്റെ പ്രയോഗം, ഇതൊക്കെ നമ്മൾ നോക്കി, അല്ലെ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത് നിങ്ങൾ വീണ്ടും 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 പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഇംഗ്ലീഷ് ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെ ബിഗിനേഴ്സ് ചാലഞ്ച് നിങ്ങൾ കാണും കേട്ടോ. ബിഗിനേഴ്സ് ചാലഞ്ച് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും പിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് കോൺവെർസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ വീഡിയോസിന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതും ഞാൻ മെസ്സേജിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും ജസ്റ്റ് മെസ്സേജ് നോക്കിയാൽ മതി.
നമ്മുടെ വീഡിയോസിന്റെ താഴെ മോർന്ന് കാണില്ലേ, അതിന്റെ താഴെ ഉണ്ടാവും മെസ്സേജ് ഉണ്ട്. നിങ്ങൾ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്ത് വിടില്ലേ നമ്മള്, ആ മെസ്സേജിൽ ഞാൻ ഫസ്റ്റ് മെസ്സേജ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് എല്ലാത്തിന്റെ ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേലിസ്റ്റിലേക്ക് വരും. പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് നമ്മളെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അടുത്ത് നമ്മളെ സ്പീക്കിംഗ് ചലഞ്ച് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.